والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الشمس وضحاها والقمر إذا تلاها النهار إذا جلاها الليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها. بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. വസ്സമായി എന്താ അതിൻ്റെ അതിൻ്റെ പേര് അതിനൊരു പേരുണ്ട് എന്താ മദ് എന്താ മദ് മുത്തസിൽ അല്ലേ? അതിൻ്റെ ഹുക്മ് 4 മുതൽ 6 കതിർ വരെ നീട്ടിക്കൊള്ളണം. അപ്പം എങ്ങനെ ഓതണം? വസ്സമായി, പിന്നെ വമ സാദാ പോലെ നീട്ടിയാൽ മതി, നോർമൽ. വമാ ബനാഹ, പിന്നെ
വൽ അർളി വമാ ത്വഹാഹ തലത്വ എന്നാണ്. പിന്നെ വനഫ്സിൻ വമാ അവിടെ എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. എന്ത് ചെയ്യണം? ആ കസ്ർ തൻവീനിനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്ത് കുന്നത്തോടു കൂടി പറയണം. അപ്പം എങ്ങനെ ഓതണം? വനഫ്സിൻ വമാ സവ്വാഹ. പിന്നെ ഫ കഴിഞ്ഞിട്ട് അ എങ്ങനെയോ ഹംബുമ്മ കൂടെ പോകും പോലെ. എങ്ങനെ? ഫ അൽഹമഹ ഫ അൽഹമഹ ഫൽഹമഹ എന്ന് ഓതാൻ പാടില്ല. ഫ അൽഹമഹ. പിന്നെ ഫുജൂറഹ വതഖ്വാഹ. ഖാഫിനെ വ്യക്തമാക്കണം. ത്വക്ക്. പിന്നെ കദ് അവിടെയും വേണം ദാലിനെ വ്യക്തമാക്കണം. കുത്തുബുജതിൽ പെട്ടതാണ്, കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. ഹുറൂഫുൽ കൽക്കല എന്ന് പറയും. അപ്പോൾ അതൊക്കെ വ്യക്തമാക്കണം. അപ്പോൾ എങ്ങനെ ഓതണം? ഖദ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹംബുമൽ. എങ്ങനെ? ഖദ് അഫ്ലഹ മൻ സക്കാഹ. മൻ എന്നുള്ള നൂനിനെ എന്ത് ചെയ്യണം? സാക്കിനായ നൂനിനെ ഇഖ്ഫാ ചെയ്യണം, ഉന്നത്തും വേണം. അപ്പം എങ്ങനെ ഓതണം? ഖദ് അഫ്ലഹ മൻ സക്കാഹ മൻ സക്കാഹ. പിന്നെ വഖദ് അതും പിന്നെ കൽക്കലത്തിൻ്റെ അക്ഷരാണ്, വ്യക്തമാക്കണം. വഖദ് ഖാബ ഖാബ മൻ ദസ്സാഹ. ആ നൂനിനെ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. അതിലെന്തെങ്കിലും തജ്വീദ് കിട്ടാത്ത നമ്മൾ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? എന്നാ അർത്ഥം പറഞ്ഞോളി. വസ്സമായി വമാ ബനാഹ. ആകാശമാണ് സത്യം. വമ അതിനെ ഉണ്ടാക്കിയ രീതി തന്നെയാണ് സത്യം. അല്ലെങ്കിൽ ആകാശവും അതിൻ്റെ നിർമ്മിതിയുമാണ് സത്യം. മറ്റൊരർത്ഥം ആകാശവും അതിനെ ഉണ്ടാക്കിയവനാരോ അവനും തന്നെ സത്യം. അല്ലെങ്കിൽ ആകാശവും അതിനെ ഉണ്ടാക്കിയത് ആരാണ് എന്ന അർത്ഥവും പറഞ്ഞവരുണ്ട്. പിന്നെ വൽ അർളി ഭൂമിയെ തന്നെ സത്യം. വമാ ത്വഹാഹ അതിനെ നിരപ്പാക്കിയ പരത്തിയ ആ വിരിപ്പ് പോലെ ആക്കി തന്ന ആ അവസ്ഥയും തന്നെയാണ് സത്യം. വനഫ്സിൻ മനുഷ്യൻ്റെ ആത്മാവ് തന്നെയാണ് സത്യം. വമാ സവ്വാഹ ആ ആത്മാവിനെ രൂപപ്പെടുത്തിയ രീതിയും തന്നെയാണ് സത്യം. ഫ എന്നിട്ട് അൽഹമഹ ആ ആത്മാവിന് ബോധനം നൽകി. ഫുജൂറഹ അതിൻ്റെ അധർമ്മബോധത്തെയും വതഖ്വാഹ അതിൻ്റെ ധർമ്മബോധത്തെയും ആത്മാവിന് ബോധം നൽകുകയും ചെയ്തു. ഖദ് എന്നിട്ട് അള്ളാഹ് സത്യം ചെയ്ത് പറയുന്നത് ഖദ് അഫ്ലഹ തീർച്ചയായിട്ടും വിജയം കൈവരിച്ചിരിക്കുന്നു. മൻ ഒരു വിഭാഗം ആളുകൾ. സക്കാഹ ഈ ആത്മാവിനെ സംസ്കരിച്ചവനാരോ അവർ വിജയം വരിച്ചിരിക്കുന്നു. വഖദ് ഖാബ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു. മൻ ദസ്സാഹ ആ ആത്മാവിനെ കളങ്കപ്പെടുത്തിയവർ മലീമസമാക്കിയവരാരോ അവർ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ ഒരുപാട് സത്യത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു കാണാം. മുഫസ്സിറുകൾ പറയുന്നത് 11 ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാ അല്ലേ? ഉണ്ണിക്കന് 11 ഉണ്ടോന്ന്? ഏതൊക്കെ? സൂര്യൻ, പിന്നെ ചന്ദ്രൻ, അതിൻ്റെ ഇടയിലൊന്നുണ്ട്. വസ്സമാഹി വലുഹാഹ അല്ലേ? അത് 2. ചന്ദ്രൻ, പിന്നെ പകല്, പിന്നെ രാത്രി, പിന്നെ ആകാശം, പിന്നെ അതിൻ്റെ കൂടെ ഒന്നുകൂടി ഉണ്ട് അതിൻ്റെ നിർമ്മിതി. വമാബനാഹ അവിടെ 2, 3 ഒക്കെ ഉണ്ട്. വൽ അർള് അവിടെയുണ്ട് 2. ഭൂമിയും വമാ ത്വഹാഹ അതും, പിന്നെ വനഫ്സിൻ. ഇങ്ങനെ 10-11 സത്യത്തിൻ്റെ വാക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് അതിൻ്റെ ജവാബായി പറയുന്നത് എന്താ?
ആത്മാവിന് സംസ്കരിച്ചവനാരോ അവൻ വിജയം വരിച്ചു, അതിനെ മലീമസമാക്കിയവനാരോ അവൻ പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കി, അത് കുറേ ആയത്ത് 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എടുത്തു. ഇനി നമുക്ക് എടുക്കാനുള്ളത് വസ്സമായി, ആകാശം അല്ലേ. വമ ഒരർത്ഥം വമ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാ, അല്ലെങ്കിൽ രീതി. ബനാഹ അവൻ സൃഷ്ടിച്ചു, ഹ ആകാശത്തെ. അപ്പൊ അവൻ അവിടെ ഉണ്ട്. ആര്? അള്ളാഹു സൃഷ്ടിച്ചു, ഹ ആകാശത്തെ. അപ്പം അള്ളാഹു ആകാശത്തെ സൃഷ്ടിച്ച രീതിയും ആകാശവും തന്നെയാണ് സത്യം. ഒന്നാമത്തേത് അതാ. പിന്നെ വൽ അർളി ഭൂമിയും, വമാ ത്വഹാഹ ആ ഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ചു, ആ രീതിയും തന്നെയാണ് സത്യം. ഒരർത്ഥം അതാണ്. പിന്നെ ഇനി നിങ്ങൾ എന്താ ഈ ആകാശം എന്ന് അറിയണത്? ആകാശം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ മനസ്സിലാക്കിയത്? ആകാശം എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടോ? ഏത് ആകാശം എന്നൊക്കെ പറയാം. ആകാശം എന്ന് പറഞ്ഞിട്ട് സംഗതി ഉണ്ടോ? ശാസ്ത്ര ലോകത്ത് ആകാശം എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടോ? ഇല്ലേ, ആകാശമില്ല. അവരുടെ ഭാഷയിൽ എന്തില്ല? നമ്മൾ പറയുന്ന ആകാശം ഒരു വസ്തുവല്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു വസ്തുവാണ്, ഇതിങ്ങനെ തൊടാനും ഇതൊക്കെ കൈയുണ്ട്. അങ്ങനെയുള്ള ഒരു വസ്തുവായിട്ട് എന്തില്ല? ആകാശമില്ല. കുറേ ശൂന്യമായ ഭാഗത്തിനാണ് നമ്മൾ ആകാശം എന്ന് പറയുന്നത്. സാധാരണക്കാരായ ആളുകൾ ആകാശം എന്ന് പറഞ്ഞാൽ ഭൂമിയോട് തൊട്ടടുത്ത് തന്നെ അതിൻ്റെ വായുമണ്ഡലമൊക്കെയുള്ള ആ ഭാഗത്തിനാണ് ആകാശം എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? ആകാശം. എന്നാൽ ആകാശം എന്ന് പറയുന്നത് അള്ളാഹു ഖുർആനിൽ 7 ആകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 7 ആകാശമുണ്ട് എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലേ? സബ സമാവാത്ത്. പിന്നെ അത് ഖുർആനിൽ 7 തവണയും പറഞ്ഞിട്ടുണ്ട്. 7 ആകാശമുണ്ട് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. സബ സമാവാത്ത് അത് 7 തവണ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സമാഓ ധാരാളം പ്രാവശ്യം അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചിന്താവിഷയമുണ്ട്. ആകാശം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ജീവിക്കാൻ അള്ളാഹു പിന്നെ ഈ ഭൂമിയും ആ ഭൂമിയുടെ ഒരു വായുമണ്ഡലം ഉണ്ടല്ലോ, വായുവീതി ഉണ്ടല്ലോ, അല്ലേ? ആ വായുവീതിയും അടങ്ങിയതാണ് ഭൂമി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ വായുമണ്ഡലം കഴിഞ്ഞാൽ ബാക്കിയുള്ള കുറേ ഭാഗങ്ങളുണ്ട്. വായുമണ്ഡലം കഴിഞ്ഞാൽ ബാക്കി ഭാഗമുണ്ട് എന്നുള്ളതിന് എന്താ തെളിവ്? അതിനാണോ എന്ത് പറയുന്നത്? ശാസ്ത്ര ലോകത്ത് ബഹിരാകാശം എന്ന് പറയുന്നുണ്ട്, ആകാശം എന്ന് പറയുന്നുണ്ട്. ആകാശം എന്ന് അവർ പിന്നെ സാധാരണക്കാർ പറയും, അവർ അംഗീകരിക്കണില്ല അത്. ഒരു ശൂന്യതയാണെന്ന് അവർ പറയുന്നത്. അപ്പോൾ ബഹിരാകാശത്തേക്ക് പോവാന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ഈ ബഹിരാകാശത്തേക്ക് പോവാന്ന് പറയുന്നത്? അതാണ് സമാ. ആകാശവും നമ്മൾ പറയുന്ന ആ ആകാശവും പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ബഹിരാകാശവും കൂടിയതാണ് ഏത്? സമാ. ഈ ആകാശത്താണ് എന്തുള്ളത്? നമ്മൾ പറയുന്ന ആകാശത്താണ് എന്തുള്ളത്? പിന്നെ 7 ആകാശം എന്നൊക്കെ പറയണില്ലേ, അതിലാണ് എന്തുള്ളത്? ഈ പിന്നെ എന്തുള്ളത്? ഈ മഴയ്ക്കുള്ള കാർമേഘങ്ങൾ, അങ്ങനെ കുറേ സാധനമില്ലേ, അത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഇതൊക്കെ നമ്മൾ പറയുന്ന ഈ ആകാശത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? വായുവില്ല. പിന്നെ ബഹിരാകാശമാണ്, അല്ലേ? ബഹിരാകാശമാണ്. അതുകൊണ്ടാണ് ബഹിരാകാശത്തേക്ക്, ചന്ദ്രനിലേക്ക് പോയി എന്നൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് പ്രാവശ്യം കേൾക്കുന്നുണ്ട്, അല്ലേ? ആദ്യമായിട്ട് ചന്ദ്രനിലേക്ക് പോയ എന്തായാലും പറയാ ഒരു പേടകമുണ്ട്, ഏതാണ്? അപ്പോളോ, അല്ലേ? ആ പേടകത്തിലേക്ക് പിന്നെ
ഒന്നാമതായി യാത്ര ചെയ്ത ആ പേടകത്തിൽ ഒന്നാമതായി യാത്ര ചെയ്ത ആളുകൾ പറയുന്നുണ്ട്, കുറച്ചടുത്തെത്തിയപ്പം എന്താ ഒരു പറഞ്ഞേ, ഓ ഞങ്ങൾക്ക് കണ്ണ് കാണില്ല, ഞങ്ങളൊക്കെ അന്ധരായി, ഞങ്ങളൊക്കെ അന്ധന്മാരായി, കണ്ണ് കാണുന്നില്ല, എന്തേ സംഭവിച്ചത്? എന്തുകൊണ്ടാ കണ്ണ് കാണാത്തത്? കണ്ണ് കാണാത്ത എന്തേ? എന്താ കണ്ണ് കാണാത്തത്? ആ തബക്കത്ത് അൽ ഹവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. തബക്കത്തുൽ ഹവ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് കഴിഞ്ഞാൽ എന്തില്ല, തബക്കത്ത് മലയാളത്തിൽ പറഞ്ഞുതരാം, വായുവിൻ്റെ വീതി അല്ലേ, വായു നിലകൊള്ളണ ഭൂമിയോടടുത്തുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം കഴിഞ്ഞാൽ പിന്നെന്തില്ല, അവിടെ വായു ഉണ്ടാവില്ല. ആ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വായു ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ അപ്പോളോ എന്ന് പറയുന്ന ബഹിരാകാശത്തെ പേടകത്തിലൂടെ ചന്ദ്രനിലേക്ക് ആദ്യമായിട്ട് യാത്ര ചെയ്തപ്പോൾ ആ വീതി, ആ വായുവിൻ്റെ എത്രയാണ്, എത്ര കിലോമീറ്റർ അകലെയാണെന്നാണ് കണക്കാക്കുന്നത്? 6500 ആണ്. 6500 അല്ല 6500 കേട്ടോ, 6500 അല്ല 6500. ഞാൻ എന്തെങ്കിലുമൊക്കെ അതിലൊക്കെ എണ്ണത്തിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലാവുമല്ലോ കേട്ടോ. 65,000 എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ 65,000 കിലോമീറ്റർ അങ്ങോട്ട് മുകളോട്ട് പോയപ്പോൾ അവർക്ക് കണ്ണ് കാണില്ല, അവരൊക്കെ അന്ധരായി. അവർ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് കണ്ണ് കാണില്ല, എന്താ പറ്റിയതെന്ന് അല്ലേ. പിന്നെ പേടകം പരിശോധിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്, വായുവിൻ്റെ വീതി ഈ ഭാഗത്തില്ല. എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? നമുക്കെങ്ങനെ കണ്ണ് കാണുന്നത്? സൂര്യൻ്റെ പ്രകാശം എന്തു പറ്റും? ദർറാത്ത് എന്നറിയും. എന്താ ഈ ദർറാത്ത് അറിയുന്നത്? തന്മാത്രകൾ, വായുവിൻ്റെ തന്മാത്രകൾ, ചെറിയ ചെറിയ കണികല്ലേ, വായുവിൻ്റെ ചെറിയ ചെറിയ കണികകൾ ഉണ്ടാവും. വായുവിലുള്ള ഇപ്പം ഇതിലൊക്കെ ഉണ്ടാവും. നമ്മൾ വലിയ ഭൂതകണ്ണാടി വെച്ച് നോക്കിയാൽ ഇവിടെ ഇങ്ങനെ നിങ്ങൾ പണ്ടത്തെ വെടിപ്പോത് കണ്ടിണോ? വെടിപ്പോത് അറിയാം നിങ്ങൾക്ക്? ഇതിലാർക്കും അറിയില്ല? അറിയാം. ഒരു ഓട്ടം ഉണ്ടാവും. ആ ഓട്ടയിൽ കൂടെ ഇങ്ങനെ വെളിച്ചം കാണുമ്പോൾ ഒരു പുളി ഇങ്ങനെ കറങ്ങണാണ്. അതാണ് തന്മാത്ര. വെടിപ്പോതിലൊക്കെ നോക്കണം മോനെ, അവിടെ പോയി ഒക്കെ എൻ്റെ വീട്ടിലൊക്കെ, പഴയ വീട്ടിലൊക്കെ ഉണ്ടാവും, ഒരു ഓട്ടം ഉണ്ടാവും. ആ ഓട്ടയിൽ കൂടെ സൂര്യപ്രകാശം ഇങ്ങനെ വരുമ്പോൾ ഒരു സാധനം ഇങ്ങനെ പൊടി കറങ്ങണാണ്. അതാണ് ദർറാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടത്, നമ്മൾ കാണില്ല. ഇവിടെയൊക്കെ ഉണ്ടത് നമ്മൾ കാണില്ല. അതാണ് ദർറാത്ത്, വായുവിൻ്റെ ദർറാത്ത്. ആ ദർറാത്തുകളിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ ഈ ദന്തിമന്ന് ദിങ്കട്ട് പ്രതിഫലിക്കും. എന്നിട്ട് ആ അങ്ങോട്ട് തട്ടണല്ല നമ്മൾ കാണുന്നത്, ഇങ്ങോട്ട് വരുന്ന വെളിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വായുവിൻ്റെ ഈ ദർറാത്തുകൾ, തന്മാത്രകൾ, അതിൻ്റെ കണികകൾ കുറഞ്ഞു വരും. എങ്ങോട്ട് വരുമ്പം 65,000 കിലോമീറ്റർ മുകളിലോട്ട് പോകുമ്പോൾ പിന്നെ കണ്ണാണൂല. അതുകൊണ്ടാവൂല എന്തേ കണ്ണാണാത്തവരായി അല്ലേ. ഈ ഒരു സത്യം, ഈ ഒരു യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. എപ്പോഴാണ് പറയേണ്ടത്? മക്കായിലെ മുശ്രിക്കുകൾ, ലോകത്തുള്ള മുശ്രിക്കുകളെ ഈ വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബിയിൽ നിന്നുള്ള അള്ളാഹുവിങ്കിൽ നിന്നുള്ള സത്യമാണ്, യാഥാർത്ഥ്യമാണ്, ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ത് പറഞ്ഞാലും മുശ്രിക്കുകൾ എന്ത് ചെയ്യില്ല? വിശ്വസിക്കൂല, കുഫാറുകൾ വിശ്വസിക്കൂല. അപ്പം അതിനെപ്പറ്റി അള്ളാഹു ഒരു ആയത്ത് പറയുന്നുണ്ട്, വലൗ ഫതഹ്ന അലൈഹിം ബാബം മിനസ് സമാ, ആകാശത്തിലേക്കൊരു ഗേറ്റ് അവർക്ക് നാം തുറന്നു കൊടുത്താലും, അള്ളാഹ് പറയാ ഈ കുഫാറുകളോട്, ഈ അവിശ്വാസികളായ ആളുകളോട് അള്ളാഹ് പറയാനത്, ആകാശത്തിലേക്കുള്ള ഒരു ഗേറ്റ് ബാബ് തുറന്നു കൊടുത്താലും ഫലല്ലു ഫീഹി അർജുൻ, ആ ബാബിലൂടെ ഇങ്ങനെ കേറിപ്പോയിക്കൊണ്ടിരുന്നാലും, ഒരിക്കല്ല പലവട്ടം അവർ കേറിപ്പോയാലും, ലഖാലു, ആ കുഫാറുകൾ പറയും, ഇന്നമാ സുക്കിറത്ത് അബ്സാറുന, ഇന്നമാ സുക്കിറത്ത് അബ്സാറുന, ഞങ്ങളുടെ കണ്ണുകൾക്ക് മത്ത് ബാധിച്ചതാണ്, ലഹരി ബാധിച്ചതാണ്, അതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത്. ബൽ, മാത്രമല്ല, നഹനു ഖൗമും മസ്ഹൂറൂൻ, ഞങ്ങൾ മാരണം ചെയ്യപ്പെട്ട ഒരു ആരോ വന്ന് ഞങ്ങൾക്ക് സിഹർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കണ്ണാണത്ത് എന്ന് കുഫാറുകൾ പറയുന്ന. അപ്പം ആകാശത്തിലേക്ക് കയറി ബഹിരാകാശത്തേക്ക് പോയാലും ഈ കൗമ് വിശ്വസിക്കൂല. അപ്പം നോക്കി നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല 1400-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രീയ സത്യം, ബഹിരാകാശത്തേക്ക് നിങ്ങൾ കയറിക്കു പോകും തോറും ആ കിലോമീറ്ററുകൾ വായുവിൻ്റെ വീതി കടന്ന പിന്നെ നിങ്ങളെ കണ്ണിന് മത്ത് ബാധിച്ചതാന്ന് തോന്നും, കണ്ണ് കാണൂല. അപ്പം നമ്മൾ കണ്ണിന് തിമിരം ബാധിച്ചാന്ന് തോന്നൂലേ നമുക്ക്, ഇല്ലേ? എന്താ ഇപ്പം എൻ്റെ കണ്ണ് കാണാത്ത,
എൻ്റെ കണ്ണിനെന്തോ ധാരാറാന്ന് നമ്മൾ പറയുള്ളൂ അല്ലേ? യഥാർത്ഥത്തിൽ വായുവിൻ്റെ വീതിയില്ല. നോക്കൂ നിങ്ങൾ. അപ്പം ഈ ഒരു സത്യം ഇപ്പം അടുത്ത കാലഘട്ടത്തിൽ 1926 അവിടേക്കാണ് പോകണമെന്ന് തോന്നുന്നുണ്ട്. ആ കാലഘട്ടത്താണ് അങ്ങോട്ട് പോണത്, ചന്ദ്രനിലേക്ക് അല്ലേ? അന്ന് വരെ ഈ ഒരു സത്യം ആർക്കറിയില്ല? ശാസ്ത്രലോകത്തിന് അറിയൂല. നോക്കി നിങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികത, വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതമാണ് ഇത്, ഈ ആയത്തുകളൊക്കെ അല്ലേ? അള്ളാഹു അന്ന് തന്നെ വിശുദ്ധ ഖുർആനിൽ ഈ ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊന്നുകൂടി വായിച്ചോക്കി. വസ്സമായി വമാ ബനാഹ, ആകാശത്തെ തന്നെ സത്യം, അത് നിർമ്മിച്ച രീതിയും തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇനി നമ്മൾ ഈ പ്രപഞ്ചം എന്ന് പറയണ്ടല്ലോ, എന്താ ഈ പ്രപഞ്ചം എന്ന് അറിയണത്? ശാസ്ത്രലോകത്ത് പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താ? ശറഈ ആയിട്ട് പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താ? പ്രപഞ്ചം എന്ന് പറയുന്നത്? ഉൾക്കണം. നമ്മളെ ഭാഷയിൽ അള്ളാഹു അല്ലാത്തതൊക്കെ പ്രപഞ്ചമാണ്. മാ സിവല്ലാ ഫഹുവൽ കൗൻ. അള്ളാഹു അല്ലാത്തതൊക്കെ എന്താണ്? പ്രപഞ്ചമാണ്. ആകാശവും ഭൂമിയും ഒക്കെ പ്രപഞ്ചമാണ് അല്ലേ? എന്നാൽ ശാസ്ത്രലോകം പറയണതോ, നമ്മൾ മുകളോട്ട് നോക്കുമ്പോൾ കാണുന്ന അന്തരീക്ഷത്തിൻ്റെ വീതിയും അതേപോലെ ബഹിരാകാശവും അല്ലേ? ഈ പ്രപഞ്ചത്തിൻ്റെ എത്ര ശതമാനമാണ് ശാസ്ത്രലോകം ഇതുവരെ കണ്ണുകൊണ്ട് കണ്ടത്? എത്ര ശതമാനമാണ്? 4%. വളരെ സത്യം അല്ലേ? ബാക്കി 96% ആർക്ക് കാണാൻ പറ്റിയിട്ടില്ല? മനുഷ്യൻ്റെ കണ്ണുകളെപ്പോൾ ഇന്നേ വരെ ഇത്രയൊക്കെ തല പുണ്ണാക്കി ചിന്തിച്ച് ആ ശാസ്ത്രജ്ഞന്മാരൊക്കെ മരിച്ചുപോയി, വേറെ പുതിയ വന്ന് അവരും തല പുണ്ണാക്കിയിട്ട് ഇന്നേ വരെ അള്ളാന്റെ പ്രപഞ്ചത്തിന്റെ 96% കണ്ണുകൊണ്ട് ഓൽക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാണൂല്ല. കാരണം എന്താണ്? ഒരു പ്രത്യേകത കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഡാർക്ക് മെറ്റീരിയലാണ്, ഒരു കറുകറുത്ത പിന്നെ കാണോ അവിടെയുള്ള എനർജിയും അതേപോലെ തന്നെ ഒക്കെ ഒരു കറുകറുത്ത എന്തോ ഒരു ഭാഗം, ഒരു പുക പോലെ ആണ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്കാട് കടന്നു എന്നാൽ കാണാൻ പറ്റൂല. നോക്ക് നിങ്ങൾ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ കാണുന്ന ഈ നക്ഷത്രവും കാര്യവും ഒക്കെ എവിടെയാണ്? ഒന്നാം ആകാശത്താ. ആ വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? സൂറത്ത് മുൽക്കിലൊരായത്തില്ലേ, വലക്കത് സയ്യന്ന സമാ അദ്ദുന്യാ ബിമസാബീഹ. ഹലിച്ചുക്കിങ്ങള്, അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തെ അല്ലേ, ഭൂമിയോട് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന ആ സമാഇനെ നാം അലങ്കരിച്ചു. എന്തുകൊണ്ട്? ബിമസാബീഹ, വിളക്കുമാടങ്ങൾ കൊണ്ട്. എന്താ ഈ വിളക്കുമാടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നക്ഷത്രങ്ങൾ. അപ്പോൾ എത്രയോ നക്ഷത്രങ്ങളും ഒക്കെ ഉള്ള ആ ഏരിയ ആണ് ഇത് സമാ ഉദ്ദുന്യ എന്ന് പറയുന്നത്. ആ നക്ഷത്രത്തിൻ്റെ വെളിച്ചവും അതൊക്കെ ഉള്ള അത് അള്ളാഹു പറയുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ എന്ന് അള്ളാഹും വ്യക്താക്കി തന്നിട്ടില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ അല്ലേ? അപ്പം ഇവർ കണ്ടെത്തി എന്ന് പറയുന്ന സ്ഥലമൊക്കെ എവിടെ? റബ്ബ് തമ്പുരാൻ ഈ വിശുദ്ധ ഖുർആനിൽ അതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി അവർ പറയണത്, ഭൗതികന്മാർ പറയണത്, അങ്ങ് മുകളിലോട്ട് പോയാൽ എന്താണ്? നിങ്ങൾ കണ്ടില്ലേ ഈ കുട്ടികൾ കണ്ടില്ലേ ഊതുന്ന ഒരു സാധനം, ഒരു സോപ്പും പത ഊതിയിട്ട് അപ്പം എന്താ ഉണ്ടാവുക? കുമിളകൾ അല്ലേ? നിങ്ങൾ ഒരു ഇത് എടുത്തിട്ട് സോപ്പും പത ഊതിയിട്ട് കുട്ടികൾ ഊതുമ്പോൾ എന്നാണ് ഊതിയൊക്കെ കുറേ കുമിളകൾ ഇങ്ങനെ പോണാണ്. അതേപോലെയാണ് ബഹിരാകാശത്തേക്ക് അങ്ങോട്ട് പോയാൽ ഒരു പ്രപഞ്ചമൊന്നുമല്ല, ധാരാളം പ്രപഞ്ചങ്ങളുടെ കൂട്ടമാണ് എന്നാണ് അവർ പറയുന്നത്. അള്ളാഹു ആയാലും നോക്കി നിങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 96% ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അല്ലേ? നമ്മൾ ഈ വീമ്പളക്കണമൊക്കെ എന്താ? തിരിയുള്ളൂ അല്ലേ? ഏറ്റവും വലിയൊരിത് ഒരു കാലഘട്ടത്ത് ഇതിൻ്റെ കേന്ദ്രം എന്തായിരുന്നു എന്നാ ഒരു കാലഘട്ടത്ത് പറഞ്ഞിരുന്നത്? ഭൂമിയാണെന്നാ. ഭൂമി കഴിഞ്ഞിട്ട് പിന്നീട് എന്തോ ഒരു ആൾ വരുന്നുണ്ട്. എന്താ അയാളെ പേര് ആർക്കും അറിയില്ലേ? എന്തോ ഒരു പേര് പറയുന്നുണ്ട്. എന്താണ് അയാളെ പേര്? കോപ്പർനിക്കസ്. കോപ്പർനിക്കസ് വന്നിട്ടാണ് എന്ത് പറയുന്നത്?
സൂര്യനാണ്. ഇപ്പൊ പറയണത് അതും കഴിഞ്ഞ് പിന്നെ എങ്ങോട്ട് ചാടിയോല്? സൂര്യൻ എന്നല്ല കേന്ദ്രം, എവിടെയാണ് പിന്നെ സൗരയൂഥം എന്ന് പറയുന്നത് മിൽക്കി വേ ആക്കെ കണ്ടെത്തി അല്ലേ. ഇപ്പൊ പറയുന്നത് അതുമല്ല, ഗാലക്സികൾ. അന്നൊരൊറ്റ ഗാലക്സിയെ കണ്ടെത്തിയിട്ടുള്ളൂ. ഇപ്പോഴോ 10,000 അല്ലേ, 10,000 എന്ന് പറഞ്ഞാൽ പിന്നെ മില്യൺ കണക്കിന് ഗാലക്സികൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ എന്താപ്പത്? നേരത്തെ പറഞ്ഞത് ഇങ്ങനെ മാറ്റി മാറ്റി പറയും അല്ലേ. മാറ്റല്ലാത്ത ഒരേ ഒരു വാക്ക് ആരുടേതുള്ളൂ? അള്ളാൻ്റെ മാത്രമേ ഉള്ളൂ. ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പം അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ, നമ്മളെ പോയിന്റ് ഇപ്പോൾ ഇവിടെ, അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ വസ്സമായി വമാ ബനാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരണം വരെ ആ ആകാശത്തെ പറ്റി പഠിച്ചാൽ തീരൂല. അതുകൊണ്ടാ പഠിച്ചോൻ വെറുതെ പിന്നെ കൊട്ടക്കണക്കിന് വസ്സമായി വമാമന വലർലി വമാപന എന്നൊന്നും പറഞ്ഞല്ല, തൊഹ എന്നും പറഞ്ഞല്ല. ആ ഒരു ആകാശത്തെ പറ്റി ചിന്തിച്ചാൽ തന്നെ മരണം വരെ എനിക്കൊരു എത്തും പിടിയും കിട്ടാത്ത ലോകമാണ് അത് അല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ മാറ്റി മാറ്റി പറയണത് അല്ലേ. ഇന്നിപ്പോൾ കണ്ടെത്തിനോ? ഇല്ല. ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പൊ റബ്ബിൻ്റെ ആ ഒരു കുതിരത്ത്, അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിപ്പ്, മനുഷ്യനെ എന്തിനാ പിന്നെ ഈ ആകാശത്തെയും ഭൂമിനെയും അതേപോലെ രാവിനെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും അതിൻ്റെ പ്രകാശത്തെയൊക്കെ അള്ളാഹു ഇങ്ങനെ എടുത്തുകൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും പിന്നെ ഭീകരമായ, ഏറ്റവും സങ്കീർണമായ രൂപത്തിലുള്ള, ഏറ്റവും മഹത്വമുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ അല്ലേ. അതിലുള്ള ഒരു ചെറിയ ഉറുമ്പ് മാത്രമാണ് ഞാനുങ്ങളൊക്കെ. ആ ഉറുമ്പിൻ്റെ അത്രയും ഇല്ല. ആലോചിച്ച് നോക്കി നിങ്ങൾ. അള്ളാഹ് ഖുർആനിൽ എടുത്ത് പറയുന്ന മഹാ അത്ഭുതങ്ങളുണ്ട്. പിന്നെ എന്താപ്പ ഈ മുഹമ്മദിന് ഖുർആനിൽ കൊതുകിനെ പറ്റിയൊക്കെ ഇങ്ങനെ ആട്ടിയ ഒരു ചത്തുവണ കൊതുകിനെ പറ്റിയൊക്കെ മുഹമ്മദ് ഖുർആനിൽ പറഞ്ഞാ പറഞ്ഞില്ലേ അല്ലേ. എന്തേന് ആയത്തൊന്നുപോലെ ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഉലതൻ ഫമാ ഫൗകഹ സൂറത്ത് ബക്കറയിലെ ആയത്ത് നമ്പർ നിങ്ങൾ നോക്കാം അല്ലേ. 26 സംശയമുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം അവിടെ അള്ളാഹ് എടുത്തു പറയണ എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് യാതൊരു സങ്കോചവുമില്ല. എന്തിന്? ഒരു കൊതുകിനെയോ ആ കൊതുകിനേക്കാൾ നിസാരമായതിനെയോ ഉപമ പറയാൻ പടച്ചോനൊരു ലജ്ജയുമില്ല, ഒരു മടിയുമില്ല റബ്ബിന്. എന്തേ വിശുദ്ധ ഖുർആൻ ആ കൊതുകിനെ എടുത്തു പറഞ്ഞത്? ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും നിസ്സാരായി കാണുന്ന ഒരു ജന്തുവാണ് ഇത്, കൊതുക് അല്ലേ. ആ കൊതുകിനെ പറ്റി ശാസ്ത്രലോകം പഠനം നടത്തിയപ്പോൾ ആണ് മഹാത്ഭുതം അവർ കണ്ടെത്തിയത്. എന്താ അത്ഭുതം കണ്ടെത്തിയത്? ആ രോഗം പരത്തുന്നല്ല, ആ കൊതുകിൻ്റെ സൃഷ്ടിപ്പ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനേക്കാൾ അതിസങ്കീർണമാണ് അല്ലേ. ആ കൊതുകിനെ ഒരു ഗ്രാമിന് 5 ലക്ഷം വലിപ്പത്തിൽ, ഇപ്പം ഇന്നിപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഒരു ഗ്രാമിനെ 5000 രൂപത്തിൽ വലുതാക്കി കാണുന്ന, സൂമാക്കി കാണുന്ന പിന്നെ എന്താ പറയുക, എന്താ പറയല്, മൈക്രോസ്കോപ്പ് അല്ലേ. അത് ആദ്യ കാലഘട്ടത്തൊക്കെ എത്രയോ 100 1000 ഒക്കെ ഉള്ളതിനു. ഇപ്പം ആധുനികമായിട്ട് 5 ലക്ഷം വരെ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു കൊതുക് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? എത്ര ഗ്രാം ഉണ്ടാവും ഒരു കൊതുക്? ശാസ്ത്രലോകം എത്ര പറയുന്നത് ഒരു കൊതുക് എത്ര ഉണ്ടാവും? എത്ര വെയിറ്റ് ഉണ്ടാവും? ഒരു ഗ്രാമിനെ 1000 ഭാഗമാക്കിയാൽ ഒരു ഭാഗ്യം ഒരു കൊതുകുള്ളൂ. ഒരു ഗ്രാമിനെ 1000 ഭാഗമാക്കിയിട്ട് അതിലൊരു ഭാഗ്യമുള്ളൂ എന്ത്? 1/1000 കൊതുകിൻ്റെ വെയിറ്റ്. ആ ജന്തുവിൽ എന്തുണ്ട്? അവർ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ആ ജന്തുവിൻ്റെ പിന്നെ 3 ഹൃദയം അല്ലാഹു കൊടുത്തു. നമുക്കോ നിങ്ങൾ എവിടേത്? പിന്നെ അതിന് ഒരുപാട് ചിറകുകളുണ്ട്. പിന്നെ അള്ളാഹു അതിന് കൊടുത്ത കഴിവുകൾ അപാരമാണ് അല്ലേ. എങ്ങനെയാണ് അത് കാണുന്നത്? ഒരാളെങ്ങനെ മനസ്സിലാക്കണത്? ഞാനിപ്പോൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഇത്ര ഉയരമുണ്ട്, ഇത്ര വീതിയുണ്ട്, ഇത്ര തടിയുണ്ട്, ഞാൻ എൻ്റെ കണ്ണോട് മനസ്സിലാക്കുക
അല്ലേ? നിങ്ങളും അങ്ങനെ തന്നെ മനസ്സിലാക്കണം, നമ്മളങ്ങനെ മനസ്സിലാക്കി. കൊതുക് എങ്ങനെ മനസ്സിലാക്കുന്നത്? മഹാത്ഭുതമാണ്. കൊതുകിന് പടച്ചോൻ കൊടുത്തത് അതിൻ്റെ താപനില നോക്കിയിട്ടാണ് പിന്നെ അത് ഇത്ര വെയിറ്റ് ഉണ്ട്, ഇന്നതാണ് ആള് എന്ന് മനസ്സിലാക്കുന്നത്. താപം, എന്താ താപം എന്ന് പറഞ്ഞിട്ട്? ടെമ്പറേച്ചർ. ജിഹാദു ഇസ്തിക്ബാലിൽ ഹറാരി എന്ന് പറയും അറബിയിലേന്. ജിഹാദ് ഇസ്തിക്ബാലിൽ ഹറാരി എന്ന് പറഞ്ഞാൽ ഒരാളെ, ഒരു വസ്തുവിനെ, ആ ഒരു മനുഷ്യനാവട്ടെ ജന്തുവാവട്ടെ, അതിനെ കണ്ടെത്താൻ അതിൻ്റെ ചൂട് അത് വെച്ച് നോക്കിയിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. ആളാണ്, ഇതിൽ ചോരുള്ളതാണ് ചോരില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തത്, അതിൻ്റെ ഭക്ഷണം എന്താ? ചോരയാണല്ലോ, അല്ലേ? ചോരയാണ് കുടിക്കണത്. അപ്പം എല്ലാ ചോരയും കുടിക്കൂല. ഞാനും എൻ്റെ പെണ്ണുങ്ങളും ഒരേ ബെഡിൽ ഒരേ തലയണയിൽ വെച്ച് കിടന്നുറങ്ങാന്ന് കൂട്ടാം. ഇന്ന കൊതുക് കടിച്ചിട്ട് വെക്കൂല. എൻ്റെ പെണ്ണുങ്ങളെ ഒരു കടിയും കടിച്ചിട്ടുണ്ടാവും. എന്തേ കൊതുകിൻ്റെ പെണ്ണുങ്ങളെ കാണാതെ പോയതാ? അവിടെ ഉണ്ട്. അവിടെ കൊതുക് എല്ലാ രക്തവും തിന്നൂല, കുടിക്കൂല. കൊതുക് എല്ലാ രക്തവും കുടിക്കൂല. ചില ഇപ്പൊ ഇയാൾ പറഞ്ഞില്ലേ ഓപ്പോസിറ്റ്, ചില രക്തം കൊതുക് പറ്റൂല. എങ്ങനെ എനിക്ക് കുടിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് കൊതുകിന് എങ്ങനെ മനസ്സിലാവുക? എങ്ങനെ മനസ്സിലാവുക? അതിന് ജിഹാദ്, പിന്നെ തഹ്ലീലുദ്ധം, രക്തം അനലൈസ് ചെയ്ത് നോക്കാനുള്ള ഒരു ഹുർത്തും എന്ന് പറയും. ഹുർത്തും എന്ന് പറയുന്നത് ശരിക്കും തുമ്പിക്കൈ എന്നാ. അതിൻ്റെ ആ ആയുധത്തിനാണ് ആ ഹുർത്തും എന്ന് പറയുന്നത്. അതിൻ്റെ കോലില്ലേ, അതിന് 48 പല്ലുകളുണ്ട്. ഈ പല്ല് പറഞ്ഞാൽ നമ്മളേക്കുള്ള പല്ലല്ല. അതിൻ്റെ വായയിൽ 48 പല്ലുകളാണ് ശാസ്ത്രലോകം കണ്ടെത്തി. അതിനൊക്കെ ഓരോന്നിനും ഓരോ പേയുണ്ട്. അതിൽപ്പെട്ട ഒരു ഹുർത്തും കൊണ്ട് എന്ത് ചെയ്യും? അതിൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യും? കുത്തിവെക്കും. എന്നിട്ട് അത് നോക്കും. എന്ത്? എനിക്ക് കുടിക്കാൻ പറ്റിയ രക്തമാണോ, എനിക്ക് കൊടുക്കാൻ പറ്റിയ രക്തമല്ലേ, പറ്റാത്തതാണോ പറ്റിയതാണോ എന്ന് നോക്കുന്ന. എങ്ങനെ നോക്കുക? അതാണ് അനലൈസർ എന്ന് പറയും, അല്ലേ? തഹ്ലീൽ എന്നാണ് അതിന് പറയാം. അങ്ങനെ അനലൈസ് ചെയ്ത് നോക്കാനുള്ള ഒരു പ്രത്യേകം ഉപകരണം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊതുകിന് കൊടുത്തു. അതാണ് കുത്തുമ്പം അപ്പം ഒരു ചോദ്യം വരും, ഇങ്ങനെ കുത്തുമ്പോൾ പിന്നെ ചൊറിയില്ലേ, അപ്പം നമ്മൾ അടിക്കൂലേ, അപ്പം അത് ചാവൂലേ? റഹ്മാനായ റബ്ബ് ആരെങ്കിലും വന്ന് അതിനെ കൊല ചെയ്യപ്പെടുന്നത് രക്ഷപ്പെടാനുള്ള അതിനും ഒരു ഉപകരണം കൊടുത്തു. എങ്ങനെയാണെന്ന് അറിയങ്ങൾ? ഇത് കുത്തണ സമയത്ത് നമുക്ക് വേദന ഉണ്ടാവില്ല, അവിടെ അങ്ങോട്ട് തരിപ്പിക്കും. തഖ്ദീർ എന്ന് പറയും, ജിഹാദ് തഖ്ദീർ. തഖ്ദീർ പിന്നെ അവരെ തരിപ്പിച്ചിട്ടാണ് ആ കൊതുക് എന്ത് ചെയ്യണത്? എൻ്റെ ശരീരത്ത് കുത്തണേ. അത് തരിപ്പിച്ചൊക്കെ പോയി അതിങ്ങനെ പാറിയിട്ട് മുകളിലിങ്ങനെ രക്തമൊക്കെ കുടിച്ചിങ്ങനെ നിൽക്കും. അതിൻ്റെ ആ തരിപ്പട് പോകുമ്പോൾ നമ്മൾ മാന്തും. അപ്പോഴാണ് നമ്മൾ മാന്തുക. കൊതുക് ഉണ്ടാവില്ല അവിടെ. ആ കൊതുക് പോയതിന് ശേഷമാണ് ഞാൻ നിങ്ങളും മാന്തുന്നത്. നോക്കി നിങ്ങളെ, എന്തിനാപ്പം ഞാൻ അതൊക്കെ പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? റഹ്മാനായ റബ്ബിൻ്റെ അല്ലാഹ് സുബ്ഹാനല്ലാഹ് 1000 വട്ടം പറയും നമ്മൾ, അല്ലേ? ശരിക്കും പഠിച്ചാൽ ആ കൊതുക് പഠിച്ചാൽ മതി നിങ്ങൾ, അല്ലേ? അതിനെ പറ്റിയായിട്ട് പഠിച്ചാൽ ഒന്നുമല്ല ഈ ദുനിയാവിൽ. ഞാനൊന്നുമല്ല, എൻ്റെ കണ്ണൊന്നുമല്ല, എൻ്റെ ചെവി ഒന്നുമല്ല, അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് കഴിവുകളുള്ള, എല്ലാ സൂത്രവും ഹിക്മത്തും നൽകിയ ഇത്തരത്തിലുള്ള കൊതുക് പോലുള്ള ജീവജാലങ്ങൾ ഈ ലോകത്ത് വസിക്കുന്നുണ്ട്. അതിനെപ്പറ്റി പഠിക്കാനാ പഠിച്ചോൻ ഖുർആനിൽ ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ എന്താണ് ബഊലത്തൻ ഫമാ ഫൗകഹ എന്ന് പറയുന്നത്. അപ്പം നോക്കി നിങ്ങൾ, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞേക്ക് ഭാര്യയും ഞാനും കിടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ രണ്ടാൾ കിടക്കുമ്പോൾ എന്തില്ല, ഒരാളെ കടിക്കണം മറ്റൊരാളെ കടിക്കാത്ത. ഇതിനൊക്കെ അനലൈസ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ അള്ളാഹു അതിന് കൊടുക്കുന്നുണ്ട്. ഇനിയോ മഹാത്ഭുതമാണ് അതുണ്ട്. അതിൻ്റെ കാല് നമ്മൾ വിചാരിക്കും ഇങ്ങനെ ചെല്ലിക്കാലെന്നല്ലേ, അത് പിന്നെ പരിക്കൻ സ്ഥലത്താണ് വരുന്നെങ്കിൽ അതിന് പിന്നെ പക്ഷികളെ പോലുള്ള പിന്നെ നഖം, എന്താ അതിന് പറയുക നിങ്ങൾ കണ്ടില്ലേ? ഈ പക്ഷികൾക്ക് ഇതിലിങ്ങനെ ഇങ്ങനെ പിടിക്കാനുള്ള മഹാലിബ് എന്നറിയാൻ എന്താ അതിന് പറയൽ? നഖങ്ങൾ നമ്മളെ കാലുപോലെ തന്നെ അങ്ങനെ പിടിച്ചേക്കാനുള്ള മഹാലിബ് ഉണ്ട്. അതിനെന്നാ നഖങ്ങളുണ്ട്. എന്നാൽ മിനുസല്ല ഗ്ലാസ് പോലെ സ്ഥലത്ത് ഈ മഹാലിബ് കൊണ്ട് പിടിച്ചേക്കാൻ പറ്റുമോ? അപ്പം അതിന് ഒട്ടകത്തെ പോലുള്ള പ്ലം എന്ന് പറയുന്ന ഒരു പാത്രം,
ഒരു എന്താ പറയുക, ഒരു സാധനം ഇങ്ങനെ എന്തതിന് പറയണ്ടല്ലോ, അതിനെന്തോന്ന് പറയണ്ട്. നമ്മളിപ്പോൾ ഒരു കാലിങ്ങനെ ഇപ്പോൾ ഈ കാലാണ് കുത്തിക്കൊള്ളി, ഇപ്പം മിനുസുള്ള സ്ഥലമാണെങ്കിൽ ആ ഗ്ലാസ് പോലെ ഇങ്ങനെ ഇങ്ങോട്ടാവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയില്ല, പരന്നെടുക്കുക. അതിനെന്തോ ഒരു പേരുണ്ട്, ആ പേരിൻ്റെ തലയിൽ വരുന്നില്ല. നിങ്ങൾ ഓർമ്മയെ വെക്കുക. അപ്പം നോക്കി, ഞാൻ ഇപ്പം എന്തിനാ ഇപ്പോൾ പറഞ്ഞത്, പരിക്കൻ സ്ഥലത്ത് പോകുമ്പോൾ ആ രൂപത്തിൽ പക്ഷികളെപ്പോലെ പിടിച്ച് നിൽക്കാൻ അതിന് അല്ലാഹു തആല കഴിവെടുത്തു. പിന്നെ നമ്മളിപ്പോൾ ഈ എരുമി മാടും മൃഗങ്ങളൊക്കെ പോകുമ്പം അത് മിൻസലോടുത്ത് കിട്ടിയാലും അത് വളിച്ചു പോകില്ലല്ലോ. അതിൻ്റെ ഇതിൽ എന്തുണ്ടാവും, കുളമ്പിനൊരു കുളമ്പ് എന്നതിനെ പറയില്ലേ, കുളമ്പ്. ആ കുളമ്പ് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീതിയിലെടുക്കും. അപ്പം നോക്കി നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ജന്തുവിന് എന്തൊക്കെയാണ്, ഒരു ഗ്രാമിൻ്റെ 1000-1 വരുന്ന അത്ര വെയിറ്റുള്ള ജന്തുവിൽ ആരാ അത് സൃഷ്ടിച്ചത്? ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ സൃഷ്ടിച്ചതാണോ അത്? ഏതെങ്കിലും ഞാൻ അവകാശപ്പെടോ ഞാനാ സൃഷ്ടിച്ചതെന്ന് ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ? ഇല്ല. അപ്പം മുഹമ്മദ് നബിയെ കളിയാക്കിയവര് ഇന്ന് അത്ഭുതപ്പെടുകയാണ്. ഖുർആനിൽ കൊതുക്, വേറൊന്നും മുഹമ്മദ് കണ്ടില്ല കൊതുക്. അത് പഠിക്കേണ്ട വിഷയമാണ്, മുഴുവൊന്നും എനിക്കും അറിയില്ല. പിന്നെ അങ്ങനെ അതിന്റെ ചിറകിലും ഇതുണ്ട് എന്നാ പറയുന്നത്. അതിന് റഡാർ സംവിധാനമാണ് അതിന്റെ എല്ലാതും, റഡാറാണ് അതിന്റെ എല്ലാതും. അല്ല, അതവർ പറയുന്നുണ്ട്, റഡാർ തന്നെ അവർ പറയുന്നത്, റാദാർ എന്നാ പറയണ തന്നെ. ആ ഉപയോഗമാണ് അതിന്റെ എല്ലാ സംവിധാനവും. ആലോചിച്ച് നോക്കി നിങ്ങള്. അപ്പം റഡാർ എന്നുള്ളതിന് അറബി പറയാം റാദാർ എന്നാ പറയല്, റഡാർ എന്ന് പറയും. അപ്പോൾ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, എവിടേക്കിപ്പം ഞാൻ പോയത്, കൊതുക്. അപ്പൊ എന്തിനേപ്പം ഞാൻ പറഞ്ഞത്, വസ്സമാഇ വമാ ബനാഹ എന്ന് പറഞ്ഞ ആകാശത്തെപ്പറ്റി. ഇനി ആകാശമല്ല, പിന്നെ ഏതെങ്കിലും ഒരു ജന്തുവിനെയോ ഏതെങ്കിലും ഒരു വസ്തുവിനെ പറ്റി ശരിക്കൂടി പഠിച്ചാൽ എന്ത് ചെയ്യും, അള്ളാഹുവിൻ്റെ കുദ്റത്ത്, അള്ളാഹുവിൻ്റെ അളമത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നേ വരെ ആകാശ ലോകത്തെ പറ്റിയോ അള്ളാഹു സൃഷ്ടിച്ചേതെങ്കിലും ജന്തുവിനെ പറ്റിയുള്ള പൂർണ്ണമായ പഠനം ഒരാൾക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പഠിച്ചുകൊണ്ടേയിരിക്കണ്. അപ്പോഴും എന്ത് മനസ്സിലാവും, അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുങ്ങളെ. ഇനി എന്താ പയ്യിൽ പറയണത്, പിന്നെ വമാ ബനാഹ എന്നറിയില്ലേ, അത് സൃഷ്ടിച്ച രീതി. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പിന്നെ ഇത് തൂണയിന് കാണുന്നുണ്ടോ? ഇല്ല. എങ്ങനെയപ്പം പിന്നെ ഒരു പരിക്കും പറ്റാതെ, സാധാരണ ഇപ്പം നമ്മളെന്ത് ഉണ്ടാക്കി എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാലും ഒരു 100 കൊല്ലം കഴിയുമ്പോൾ തുരുമ്പിടിക്കൂലേ അല്ലേ? എത്ര കൊല്ലായി ആകാശം. ഒരു കണക്കാക്കണ കൊല്ലം എത്രയൊക്കെ അവരതിനും കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര കൊല്ലായി ഇത് ഉണ്ടായിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും സത്യാവില്ല ഒരിക്കലും, അതൊന്നും സത്യാവില്ല. ആർക്കറിയാം? പഠിച്ചോൻ എന്നെ അറിയില്ല, പഠിച്ചോൻ പറഞ്ഞു തന്നിട്ടില്ല അല്ലേ? അപ്പോൾ അത്രയും വയസ്സ്, എത്രയോ ലക്ഷം പറയണ്ട അവര്, അത്രയും കാലഘട്ടമായിട്ട് ഇന്നേ വരെ അതൊന്ന് പൊളിഞ്ഞടിയണോ? ഇല്ല. എന്നാ പൊളിഞ്ഞ് ചാടും. ആ ഖുർആൻ പറയുന്നുണ്ട്, പൊളിഞ്ഞ് ചാടും അല്ലേ? അപ്പം അതിനെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. വമാ ബനാഹ, അപ്പം ആകാശം തന്നെയാണ് സത്യം. വമാ ബനാഹ, അത് സൃഷ്ടിച്ച ആ രീതി തന്നെയാണ് സത്യം, അല്ലെങ്കിൽ ആ സൃഷ്ടിച്ച രൂപം തന്നെയാണ് സത്യം. അപ്പം ആകാശത്തെപ്പറ്റി പഠിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ പറയുന്ന ആയത്തെന്താ, വൽ അർളി വമാ ത്വഹാഹ അല്ലേ? ഭൂമി തന്നെയാണ് സത്യം, ഭൂമിയെ പരത്തിയതും അല്ലേ? എന്താ അപ്പം ഭൂമി തന്നെ സത്യം? ഭൂമിനെ പറ്റി അല്ലാഹു തആല പ്രത്യേകത പറയാം. നമ്മൾ താമസിക്കുന്ന ഭൂമിൻ്റെ പ്രത്യേകത എന്താ? മനുഷ്യന് താമസിക്കാൻ ഭൂമിയാണ് പറ്റും. എന്തുകൊണ്ട് ഭൂമി മനുഷ്യന് താമസിക്കാൻ പറ്റിയ രീതിയിലാക്കി? എന്തൊക്കെ ഇവിടെ മനുഷ്യന് താമസിക്കാൻ പറ്റിയ എന്തൊക്കെ വേണ്ടത്? വായു വേണം. പിന്നെ അതാണ്, ആ വായുവിനൊരു മണ്ഡലമുണ്ട്, ആ ഒരു പ്രതലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വായു കുറഞ്ഞു വരും. പിന്നെന്താ നമുക്ക് ജീവിക്കാൻ വേണ്ടി ഇവിടെ? വെള്ളം വേണം. പിന്നെ പ്രകാശം വേണം. പിന്നെ നമ്മളൊക്കെ മനസ്സിലാക്കാത്ത ഒരു സംഗതി കൂടി ഉണ്ട്, ഗ്രാവിറ്റേഷൻ. എന്താ അതിനെ പറയല്? തജാദുബ്. എന്താ അതിന് പറയല്? ഗ്രാവിറ്റി. പിന്നെ വേറൊരു പദമുണ്ട്, അട്രാക്ഷൻ. എന്തോന്ന് അങ്ങനത്തെ ഒരു പദമല്ലേ?
അങ്ങനെ ഒരു പദം കൂടി ഉണ്ട്. ആ എന്താ സംഗതി അത്? സംഗതി എന്താ? സംഗതി എന്താ? നിങ്ങള് ഓക്കെ, കുറേ ബലൂൺ ഇങ്ങനെ ഇവിടെ വെച്ചൂട്ടിക്കോളി. ഇത് ഇങ്ങനെ ഇവിടെയൊക്കെ ബലൂണുണ്ട്. ഒരു ബലൂൺ വീർപ്പിച്ച് നിങ്ങളിങ്ങനെ ഇവിടെ വെച്ച് അല്ലേ? ആ ബലൂണിൽ വായു ആക്കിയിട്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചാൽ ആ ബലൂൺ അവിടെ തന്നെ നിൽക്കണമെങ്കിൽ എന്തു വേണം? കെട്ടിയിടണം. ഓക്കെ, പിന്നെ പിന്നെ ഓക്കെ ഇനി അവിടെയാണ് ഈ ബലൂണിന്റെ ഉള്ളിൽ വായു ഉണ്ടല്ലോ അല്ലേ? ആ വായു നിറച്ചതാണ് അതിനവിടെ ഇങ്ങനെ ഇരുത്തുന്നത് അല്ലേ? ആ വായു ആണ് അതിനവിടെ ഇങ്ങനെ നിർത്തുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ഗ്രാവിറ്റി ഉണ്ട്. ആ ഉള്ളിലുള്ള സാധനം എന്താണ്? അതിനെങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുക, അങ്ങനെ പിടിച്ചു വെക്കുക ആ വായു. അപ്പം അത് പുറത്തേക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പിന്നെ ഇവിടെയുണ്ട് ഒരാൾ, എന്ത് അതിനിങ്ങോട്ട് വലിക്കണ ഒരാൾ. അപ്പം ഇങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് തന്നെ വലിക്കണതാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു സാധനം വായു. രണ്ടിടത്തും എന്തുണ്ട്? ഈ ഗ്രാവിറ്റി ഉണ്ട്. മനസ്സിലാവട്ടെ നിങ്ങൾക്ക് അതിൻ്റെത്? ഭൂമി, സൂര്യൻ, നക്ഷത്ര ഗോളങ്ങൾ, കോടാനുകോടി ഗോളങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ കറങ്ങുമ്പം അങ്ങോട്ടും വലിക്കുന്നുണ്ട് ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്. ഇങ്ങോട്ട് മാത്രമാണെങ്കിൽ എന്താ? പൊളിഞ്ഞിട്ട് ചാടും അല്ലേ? അപ്പം ഇപ്പം നമ്മളെ വിഷയം വൽ അർളി വമാ ത്വഹാഹ. ഭൂമി കറങ്ങണ്ടല്ലോ. ഒരു മണിക്കൂറിൽ എത്ര? ഭൂമി അതിൻ്റെ സ്വയം അച്ചുതണ്ടിൽ ഒരു മണിക്കൂറിൽ എത്ര പ്രാവശ്യം എത്ര കിലോമീറ്ററാണ് കറങ്ങണത്? എത്ര? 1670. ഒരു മണിക്കൂറിൽ അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ 1670 പ്രാവശ്യം പിന്നെ കിലോമീറ്റർ കറങ്ങുന്നുണ്ട് ഒരു മണിക്കൂറിൽ അല്ലേ? ഭൂമി സൂര്യന് ചുറ്റുമല്ല അല്ലേ? 24 മണിക്കൂർ കൊണ്ടാണ് അതിൻ്റെ ഒരു റൗണ്ട് അതിൻ്റെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങി 24 മണിക്കൂർ കൊണ്ടാണ് ഒരു വട്ടം തീരുന്നത് അല്ലേ? എന്നാൽ സൂര്യന് ചുറ്റുമോ 365 ഏകദേശം അത്രയാണ് സൂര്യന് ചുറ്റും കറങ്ങേണ്ടത്. അപ്പോൾ ഈ കറങ്ങണ ഭൂമിയിൽ എങ്ങനെ ഞാനും നിങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ ഇവിടേക്ക് എന്താ പറയുക, ഷർക്ക് സാൽമിയ അല്ലേ? ഈ ഷർക്കിലും സാൽമിയയിലും തന്നെയല്ലേ ഇപ്പം ഞാൻ ഭൂമി കറങ്ങിണ്ടെങ്കിൽ ഞാൻ ഇപ്പം അവിടെ എത്തണ്ടേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? എനിക്ക് അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം, ഭൂമി കറങ്ങുന്നുണ്ടെന്ന് അനുഭവപ്പെടുന്നില്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം വരില്ലേ? ഭൂമി കറങ്ങുന്നുണ്ടെങ്കിൽ നമ്മളും കറങ്ങണ്ടേ, എനിക്ക് അനുഭവമില്ലല്ലോ. ഷൗക്കത്തിന് എന്താ പറയാനല്ലേ? എന്തുകൊണ്ടാണ് നമുക്ക് അനുഭവപ്പെടാത്തത്? എന്താ എന്തുകൊണ്ട് നമുക്ക് അനുഭവപ്പെടില്ല? ഒരു ചോദ്യങ്ങളെ മനസ്സിൽ നിന്ന് വരില്ലേ? കറങ്ങുന്ന ഭൂമിയിൽ നമ്മളിപ്പോ ഒരു സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോൾ അതൊന്നിട്ട് ചെരിഞ്ഞ അടുക്കണ പടപടയാറ് നമ്മൾ വീണ്. എന്നാൽ ഈ ഭൂമി ഒരു മണിക്കൂറിൽ 1670 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ അത്രയും സ്പീഡിൽ ഇത് കറങ്ങുന്നുണ്ട്. സാധാരണ നമ്മളെ സൈക്കിളും നമ്മളെ കാറും 50 പിന്നെ ഒരു മണിക്കൂറിൽ എത്ര പോകും? 50 കിലോമീറ്ററോ 40 കിലോമീറ്ററോ ഒക്കെ അല്ലേ പോകുള്ളൂ. എന്നാൽ ഇതൊരു മണിക്കൂറിലോ 1670 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്നുണ്ട്. അത്ര സ്പീഡ് ഉണ്ടായിട്ട് എൻ്റെ വീട് എന്തുകൊണ്ട് മറിഞ്ഞു വീഴുന്നില്ല? ഞാൻ എന്തുകൊണ്ട് തട്ടി വീഴുന്നില്ല, തെറിച്ചു വീഴുന്നില്ല എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൻ്റെ അന്തരാളത്തിൽ നിന്ന് വരുന്നില്ലേ? ഓട്ടോമാറ്റിക്കായിട്ട് വരും. അവിടെയാണ് നമ്മൾ പിന്നെ നിങ്ങൾ നല്ല ആധുനികമായ ഒരു മെട്രോ ട്രെയിനിൽ കയറാൻ കൂട്ടുക. മെട്രോ ട്രെയിൻ അതിൽ ഞാനിങ്ങനെ ഇരിക്കുക, പുറത്തേക്ക് കാണരുത്. അത് ശരിക്കും ഒരേ സ്പീഡ് പോവുകയാണെങ്കിൽ ഇത് ചലിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നുമോ? ഇല്ല. നിങ്ങളൊന്ന് നോക്കേണ്ടി. ഞാനൊക്കെ ചെറിയ കുട്ടിയായിട്ട് ബസ്സിൻ്റെ മുകളിലോട്ട് നോക്കാൻ കഴിയില്ല, എനിക്ക് അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ ഇങ്ങനെ നോക്കുമ്പോൾ മരം ഇങ്ങനെ ഡ്രന്ന് പോകണം. അപ്പം ഞാൻ വിചാരിക്കും എന്താ ബസ് പോകണില്ലത്, എനിക്ക് മരം ഇങ്ങനെ ഓടാന്നാ. ആദ്യത്തെ അനുഭവം എൻ്റെതാ. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടായില്ലേ? ഇതേ പ്രകാരങ്ങളൊന്നും ആലോചിച്ചു. ഒരു മെട്രോ, ആ മെട്രോയിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അത് ചലിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നില്ല. ചില വിമാനത്തിൽ നമ്മൾ കയറിയാൽ, എയർ ഇന്ത്യ ഒന്നല്ല കേട്ടോ,
ചില വിമാനത്തിൽ നമ്മൾ കയറിയ അത് പോണ്ട് നമുക്കറിയില്ല, അറിയില്ല അല്ലേ? നിൽക്കണം. എന്നാൽ അത് എത്ര സ്പീഡിലാണ് പോണേ, എത്രയോ സ്പീഡിലാണ് അത് പോണത്. ഈ മെട്രോ എത്ര സ്പീഡിലാണ് പോണത്, നമ്മളെ കാറിനേക്കാൾ എത്രയോ ഇരട്ടി സ്പീഡിലാണ് പോണത്. പക്ഷേ അത് ചലിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഇനി നിങ്ങൾ ഭൂമിയിലേക്ക് വന്ന് നോക്കൂ. ഭൂമി കറങ്ങുമ്പോൾ നമ്മുടെ വീടും ആ ഭൂമിൻ്റെ വായും ഇവിടെയുള്ള കാറ്റുകളും കോളുകളും ഞാനും ഒക്കെ കറങ്ങാണ്. അങ്ങനെ കറങ്ങുമ്പോൾ ആ ഭൂമിയുടെ തജാദുബ്, ആ ഗ്രാവിറ്റേഷൻ, അത് നമ്മളെങ്ങനെ വീഴാതെ ഇങ്ങോട്ട് പിടിച്ചവിടെ നിർത്തുകയാണ് അല്ലേ? ഞാൻ ഇങ്ങോട്ട് ചെരുമ്പോഴത്തേന് ഭൂമി ഇങ്ങോട്ടനാക്കുകയാണ്. അതാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്, തജാദുബ് എന്ന് പറയുന്നത്. ആ തജാദുബ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ഗോളത്തിനും സംവിധാനിച്ച് വെച്ച ഒരു സംവിധാനമാണ്. അതില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ഇത് അള്ളാഹു കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഈ പിന്നെ ഭൂമിയിലേക്ക് എന്നെ ഇങ്ങനെ പിടിച്ച് ഞാൻ ഇപ്പോൾ 2 കാലോട് നിൽക്കണ എന്താ, തജാദുബ് ഉണ്ടായിട്ടാ, ഗ്രാവിറ്റേഷൻ ഉണ്ടായതുകൊണ്ടാ അല്ലേ? എന്താ ഇതിന് പറയല്, ഗുരുത്വാകർഷണം. അതുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കണേ. അള്ളാഹ് അതാണ്ട് ക്യാൻസലാക്കി എന്ന് കൂട്ടുക. എന്നാ അവിടെ എന്താ, ഭൂമിയിൽ എന്താ സംഭവിക്കുക? ഞാൻ പൊന്തല്ല, ഞാൻ പൊന്തിനോട് എൻ്റെ പരകൾ പോവും, ഇവിടെ ഉള്ള വെള്ളം ആട് പറന്ന് പോവും, ഇവിടെ ഉള്ള വെള്ളമൊക്കെ, ഭൂമിയിലെ വെള്ളമൊക്കെ അവിടെ പോവും, പറന്നാട് പോവും. ഗ്രാവിറ്റേഷനാണ് ആ വെള്ളം അവിടെ നിൽക്കണത്. ആലോചിച്ച് നോക്കി നിങ്ങൾ അല്ലേ? വൽ അർളി വമാ ത്വഹാഹാ, വൽ അർളി വമാ ത്വഹാഹാ. സുബ്ഹാനല്ലാഹ്, മനസ്സിൽ നിന്ന് ഇങ്ങോട്ട് വരും അല്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ, മഹാ അത്ഭുതമാണ് ഓരോ കാര്യം. ഇനിയോ, ഇനി ഞാനിപ്പോൾ ഒരു ഹൈ ജമ്പ് നടത്താം അല്ലേ? നിങ്ങൾ എത്ര ഉയരത്തിൽ ചാടും? ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും എന്ന് പറയും, എത്ര ഉയരത്തിൽ ചാടും നിങ്ങൾ? 2 മീറ്റർ ഞാൻ ചാടുന്നു കൂട്ടാം അല്ലേ ഭൂമിയിൽ. എന്നാ അതേ ഞാൻ ചന്ദ്രനിൽ പോയി ചാടിയാലോ? എത്രയോ ഹൈറ്റിലടി ചാടും. എന്തേ പ്രശ്നം? ഇവിടെ എനിക്ക് 2 മീറ്റർ ഉയരത്തിലേ ചാടാൻ കഴിഞ്ഞുള്ളൂ. അതേ ഞാൻ ചന്ദ്രനിൽ പോയി ചാടിയപ്പോൾ അടിക്കണം, അങ്ങോട്ട് പോളോട്ട് പോകണാണ്, എത്രയോ കിലോമീറ്റർ ദൂരം പോകും. കാരണം എന്താ, അവിടെ ഈ ഗ്രാവിറ്റേഷൻ്റെ അഥവാ ഗുരുത്വാകർഷണം, ഈ പിന്നെ എന്താ അട്രാക്ഷൻ എന്നോ എന്തോന്ന് പറയണ്ടതിന്, അതിൻ്റെ ശക്തി അവിടെ കുറവാണ്. ഉണ്ട്, ചന്ദ്രനിൽ ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. ഭൂമിനെ അപേക്ഷിച്ച് അത് തീരെ ഇല്ല അല്ലേ, വളരെ കുറവാണ്. അതുകൊണ്ടാണ് അവിടെ ചാടുമ്പോൾ നമ്മൾ ഉയരത്തിലേക്ക് ചാടണതും. ഇവിടെന്നോ അതിനൊരു പരിധി ഉണ്ട്, അപ്പോത്തിന് ഭൂമി നമ്മളങ്ങോട്ട് വലിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഉയരത്തിലോട്ട് പോകാൻ കഴിയാത്തത്. അപ്പം അങ്ങനെയുള്ള ഈ ഭൂമിയിലൂടെ ആ ഭൂമി കറങ്ങുന്നുണ്ടെന്ന് പറയുമ്പോൾ അല്ലേ, ആലോചിച്ച് നോക്കൂ. വമാ ത്വഹാഹാ, വമാ ത്വഹാഹാ, അതിനെ വിരിപ്പ് പോലെ നിങ്ങൾക്ക് കിടക്കാനൊരു ബത്തയാക്കി ഇങ്ങനെയൊക്കെ ഗ്രാവിറ്റേഷനൊക്കെ ഉണ്ടാക്കി തന്ന ആ അള്ളാഹു അല്ലേ, മഹാ അത്ഭുതമാണ്. വൽ അർളി വമാ ത്വഹാഹാ. സമയം കഴിഞ്ഞ നമ്മളെ ഇനി ആ 2 ആയത്തുകൾ ഒന്നുകൂടി ഇങ്ങനെ ഓർത്തു നോക്കി, ഒന്നിങ്ങനെ റിവൈസ് ചെയ്ത് നോക്കി. വസ്സമാഇ വമാ ബനാഹാ വൽ അർളി വമാ ത്വഹാഹാ. ഒരുപാട് പഠിക്കാനുള്ളതാ അല്ലേ? പഠിച്ചാൽ മരണം വരെ നിങ്ങൾ ഇവിടുന്ന് എണീച്ചൂല. അത് മതി. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.